കൂടുതലുള്ളത് നമുക്ക് അൾട്രാസൗണ്ട് സ്കാനിൽ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അതിന്റെ കാരണം എന്താണെന്നുള്ളത് അൾട്രാസൗണ്ട് വഴി കണ്ടുപിടിക്കുന്നത് എല്ലാ കാരണങ്ങളും കുട്ടിക്കുള്ള എല്ലാ പ്രശ്നങ്ങളും സ്കാൻ വഴി ഡിറ്റക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് ചിലപ്പോൾ നമ്മൾ വളരെ ജാഗ്രതയായിട്ട് ഒരു 4D അൾട്രാസൗണ്ട് സ്കാനിങ്ങോ അല്ലെങ്കിൽ ഒരു ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിന്റെ കംപ്ലീറ്റ് ഇവാലുവേഷൻ ഓഫ് ദ ബേബി എല്ലാം നോക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്നുള്ളതിനുള്ള കാരണം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ യാതൊരു കാരണവും ഇല്ലാതെയും ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡ് കൂടാറുണ്ട്. അപ്പൊ ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡ് കൂടുകയാണെങ്കിൽ അത് പ്രീടേം ഡെലിവറിക്ക് കാരണമാകാറുണ്ട്. ചിലപ്പോൾ പ്ലാസന്റ വിട്ടുപോകാറുണ്ട്, പ്രസവത്തിന് മുമ്പ് തന്നെ വിട്ടുപോകാറുണ്ട്. പിന്നെ കോഡ് പ്രൊലാപ്സ് വരാറുണ്ട്. സിസേറിയനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പോളിഹൈഡ്രാമിനിയോസിസ് ഉണ്ട് എന്ന് പറയുമ്പോൾ വളരെ അലർട്ട് ആവേണ്ടതുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടാവാം. കാരണം എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. പിന്നെ അത് മാനേജ് ചെയ്യുകയും വേണം. പിന്നെ ഡെലിവറിയുടെ സമയം ചിലപ്പോൾ നമ്മൾ അഡ്മിറ്റ് ആയിട്ട് ക്ലോസ് മോണിറ്റർ ചെയ്തിട്ട് കഴിയുന്നതും ഡെലിവറി മാച്യൂരിറ്റി എത്തിയിട്ട് ഡെലിവറി ആക്കേണ്ട കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. പിന്നെ എക്സസ് ആയിട്ട് വല്ലാതെ ഡിസ്കംഫർട്ട് വരികയാണ് മദറിനെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഒന്ന് കുത്തിയെടുത്ത് കുറച്ച് റെഡ്യൂസ് ചെയ്യേണ്ടിയും വരാറുണ്ട്.